നമസ്കാരം. 2 മാസം മുമ്പ് ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധം ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ട്രംപിന് ആ യുദ്ധം വിജയിക്കാൻ കഴിയില്ല എന്നുറപ്പായപ്പോൾ വിയറ്റ്നാമിൽ സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ ഒരു വിധത്തിൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പിന്മാറുകയായിരുന്നു. യുദ്ധത്തിന്റെ വഴിക്ക് പോവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതെ യുദ്ധം പ്രായോഗികമായി അവസാനിപ്പിച്ചു എന്ന സൂചനയോടെ സ്വന്തം കാര്യം നോക്കാനായിരുന്നു അമേരിക്ക തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴും ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം ഇറാൻ പൂർണ്ണമായും നിരോധിക്കുകയും അതുകൊണ്ട് തന്നെ ഇറാന്റെ കപ്പലുകൾ പോവാതിരിക്കാൻ അതേ മാർഗം അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിനും പോവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ലോകത്തെ എണ്ണ ഗതാഗതത്തിന്റെ 25%, പ്രകൃതിവാതക ഗതാഗതത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് അങ്ങനെ സമ്പൂർണ്ണമായി അടഞ്ഞുകിടന്നു. ഇതോടെ ലോകം അതീവ പ്രതിസന്ധിയിലായി. അമേരിക്കയിലും ഇന്ത്യയിലും അടക്കം ലോകമെമ്പാടും എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വില വർദ്ധിച്ചു. എണ്ണവില പിടിച്ചു നിർത്താൻ പല പരിശ്രമങ്ങളും ട്രംപ് നടത്തിയെങ്കിലും അത് അതിരുവിട്ട് മുമ്പോട്ട് പോയി. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിനപ്പുറത്ത് പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഏതാണ്ട് 2000-ഓളം എണ്ണക്കപ്പലുകൾ, ആ എണ്ണക്കപ്പലുകളിലെ ഏതാണ്ട് 20,000-ഓളം വരുന്ന ജീവനക്കാർ, അവർ 2 മാസമായി കടലിൽ കഴിയുന്നു. അവർക്ക് രക്ഷപ്പെടണം. ഭക്ഷണങ്ങളും മറ്റ് സൗകര്യങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവയിൽ അനേകം അമേരിക്കൻ കപ്പലുകളാണ്. ഇന്ത്യയുടെയും ഉണ്ട് 14-15 കപ്പലുകൾ. ഈ കപ്പലുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് ഓപ്പറേഷൻ ഫ്രീഡം എന്ന പേരിൽ ഒരു പുതിയ യുദ്ധമുഖം തുറന്നു. ട്രംപ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനോ താല്പര്യമില്ല. പക്ഷേ ഈ കപ്പലുകൾ അവിടെ കിടന്നാൽ അവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ ദയനീയമാകും. അതുകൊണ്ട് തന്നെ ആ കപ്പലുകൾ മുമ്പോട്ട് പോയേ മതിയാവൂ. അതുകൊണ്ട് തൽക്കാലം ആ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് തുറന്നു കൊടുക്കുകയും അമേരിക്കൻ സൈനിക കപ്പലുകളുടെയും അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെയും ഒക്കെ സഹായത്തോടെ കപ്പലുകളെ രക്ഷിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും അനുവദിക്കില്ല, ഹോർമുസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ അതിനെതിരെ പ്രതിഷേധമുയർത്തി. പക്ഷേ ഇന്നലെ ട്രംപ് പറഞ്ഞ വാക്കു പാലിച്ചു. ട്രംപ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ അയച്ച് അകമ്പടിയോടുകൂടി പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടന്ന കപ്പലുകൾ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി. ഇത് യുദ്ധപ്രഖ്യാപനമാണ്, വെടിനിർത്തൽ കരാറിന് ലംഘനമാണ്, ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുക മാത്രമല്ല ചെറു ബോട്ടുകളിലൂടെ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്നും ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും അവർ നിർവീര്യമാക്കുക മാത്രമല്ല ചെയ്തത്, ഈ കപ്പലുകളുടെ പരിസരത്തേക്ക് വന്ന ഇറാനിയൻ ചെറു ബോട്ടുകളെ അവർ മുക്കിക്കളഞ്ഞു. 5 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് അതൊക്കെ സിവിലിയൻ ബോട്ടുകളാണ്, ഞങ്ങൾ അത്തരമൊരു ശ്രമം നടത്തിയിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഇന്നലെ ഹോർമുസ് കടലിടുക്കിൽ കടൽ യുദ്ധം തന്നെ നടന്നു എന്നർത്ഥം. അമേരിക്ക കപ്പലുകളെ രക്ഷിച്ചെടുക്കാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടി അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ അതിനെ എതിരിടാൻ വന്ന ഇറാന്റെ മേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ഇറാൻ ഏതാനും ആഴ്ചകളായി നിർത്തിവെച്ചിരുന്ന വ്യോമാക്രമണം പുനരാരംഭിച്ചു. സ്വാഭാവികമായും ഇറാന്റെ ആദ്യത്തെ ടാർഗറ്റ് UAE ആണ്. മറ്റ് രാജ്യങ്ങളെക്കാൾ UAE ആണ് ഇറാനെതിരെ മല്ലിട്ട് നിൽക്കുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത് UAE ആയിരുന്നു. ഇന്നലെ UAE ഫുജേറ തുറമുഖത്തിന് നേരെ കനത്ത വ്യോമാക്രമണമാണ് ഇറാൻ നടത്തിയത്. 15ഓളം മിസൈലുകളും അനേകം ഡ്രോണുകളും എത്തിയെന്നും അവയെല്ലാം നിർവീര്യമാക്കിയെന്നും UAE ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. UAE ഇസ്രായേലിന്റെ സഹായത്തോടെ അയൺ ഡോം സ്ഥാപിച്ച് വ്യോമ പ്രതിരോധത്തിലൂടെ ഇറാനെ നേരിടാൻ ശ്രമിച്ചതിലുള്ള ദേഷ്യം ഇറാന് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ ഒന്നും ആക്രമിക്കാതെ നേരെ UAEക്ക് നേരെ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ കുറെ ആഴ്ചകളിലെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങനെ UAEക്ക് നേരെ ആക്രമണം നടത്തിയതോടെ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായി. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ പതിവ് പോലെ പറന്നു തുടങ്ങിയിരുന്ന പല വിമാനങ്ങളും ഇന്നലെ റദ്ദ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. UAE വീണ്ടും അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് അവസാനിച്ചു എന്ന മട്ടിലെത്തിയ യുദ്ധാന്തരീക്ഷം വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു. സഹികെട്ട ട്രംപ് വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തി. ഈ ഭൂമുഖത്തു നിന്ന് ഞങ്ങൾ ഇറാനെ തുടച്ചു നീക്കും എന്നാണ് ട്രംപിന്റെ അവസാനത്തെ ഭീഷണി. അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുകയല്ല, മാനുഷിക കാരണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ഞങ്ങൾ ഇറാനെ ചുട്ടരിക്കും, ഇറാൻ ഭൂമുഖത്ത് ബാക്കിയുണ്ടാവില്ല എന്നാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്ക കപ്പലുകളെ കടത്തിക്കൊണ്ടുപോയി എന്ന അവകാശവാദം പോലും തെറ്റാണെന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ പുതിയ ഭീഷണി വീണ്ടും സംഘർഷം രൂക്ഷമാക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമാകുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ 2 മാസത്തിലേറെയായി നീണ്ടുനിന്ന യുദ്ധം
രണ്ട് രാജ്യങ്ങളും രണ്ട് വഴിക്ക് പോകുന്നതോടെ തീരുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിൽ വീണ്ടും അത് ശക്തിപ്പെടുന്ന സൂചനയാണ്. ഇറാൻ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിൽ അവർ അതിനുവേണ്ടി UAE ആക്രമിക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകും. സകല പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അമേരിക്കയെ വിമർശിക്കുന്ന ജർമ്മനിയും പോലും UAEക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ചു. അമേരിക്കയുടെ ഓപ്പറേഷൻ ഫ്രീഡം പദ്ധതിയുടെ ഭാഗമാകുമെന്ന് ദക്ഷിണ കൊറിയയും അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിനൊപ്പം കടക്കാൻ ശ്രമിച്ച ദക്ഷിണ കൊറിയയുടെ എണ്ണക്കപ്പലിന് നേരെയും ഇറാൻ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്തായാലും തീർന്നു എന്ന് കരുതിയിരിക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഒരിക്കൽ കൂടി സജീവമാകുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്.